പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറെ സ്നേഹത്തോടെ ദുഃഖാന തിരുനാളിൻ്റെ പ്രാർത്ഥന മംഗളങ്ങൾ സ്നേഹത്തോടെ നമുക്ക് പരസ്പരം ആശംസിക്കാം. ഇന്ന് വിശുദ്ധ തോമസ് ശ്ലീഹായെ പോലെ ദൈവത്തെ കാണുവാനും സ്പർശിക്കുവാനും ആ ദൈവികമായ സാന്നിധ്യം അനുഭവിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായി ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായം 24 മുതലുള്ള തിരുവചനം നമ്മൾ നോക്കുമ്പോൾ തോമസിന്റെ സംശയത്തെക്കുറിച്ചുള്ള ഒരു ഭാഗമുണ്ട്. ഈ അധ്യായം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വെക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവനോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, എൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ഒത്തിരി സ്നേഹത്തോടെ ഈ തിരുവചനം നമ്മൾ കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ വലിയൊരു ദൈവാനുഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം അനുഭവിച്ച മറ്റുള്ളവർ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ ദൈവമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശക്തി ഇല്ല എന്നൊക്കെ പറയാറുണ്ട് പലരും. പക്ഷെ പലപ്പോഴും ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം, സമാധാനമില്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ചില പ്രതിസന്ധികളിൽ, ഒത്തിരി പ്രശ്നങ്ങൾ നടുവിൽ നിൽക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പലപ്പോഴും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ സ്വരം എന്ന് കേൾക്കാൻ, നിന്റെ ആ ആണിപ്പഴുതാർന്ന കൈകളിലൊന്ന് തൊടാൻ, ആ കരം ഞങ്ങളുടെ ശിരസിൽ നിന്ന് വെച്ച് ഞങ്ങൾ ആശീർവദിക്കുന്ന ആ ഒരു ചൂട് അനുഭവിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണമെങ്കിൽ ആഗ്രഹത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം. കാണപ്പെടാത്ത ദൈവത്തെ ഉൾക്കണ്ടുകൊണ്ട് കാണാനുള്ള കൃപ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നമ്മൾ സ്വന്തമാക്കണം. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം നമുക്ക് ദൈവസ്നേഹം ഉണ്ടാകണം. നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റണം. ഇന്ന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഈ ഭൂമിയുടെ മേലില്ല. ഇന്ന് ഏത് വേദനയുടെ നടുവിലും ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനും ദൈവത്തിന്റെ സ്വരം അനുഭവിക്കുവാനും ആ ഒരു സുഖം അനുഭവിക്കുവാൻ ഇന്ന് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്കാ 1:37. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഞങ്ങളുടെ ജീവിതത്തിലെ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ തോമസ് ശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ തോമസ് ശ്ലീഹായുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ നമ്മുടെ ഭവനത്തിലും സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ ഈ നിമിഷം നമ്മളെല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.